മഴ തോരും മുൻപേയുടെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം കുളത്തൂപ്പുഴയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. തൻ്റെ പപ്പയുടെ നിർദ്ദേശപ്രകാരം അലീന പാലയിൽ നിന്നും ഒരു ഊബർ വിളിച്ചാണ് കുളത്തൂപ്പുഴയിലേക്ക് എത്തുന്നത്. വണ്ടിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു സ്റ്റാൻലിയും ഒപ്പം റാണിമോളും വല്യപ്പച്ചനും കൂടി. അലീനയെ കണ്ടതോടെ റാണിമോൾക്കും വല്യപ്പച്ചനും വലിയ സന്തോഷമാകുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി അലീനയുടെ അരികിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം സ്റ്റാൻലി വന്ന് ഡ്രൈവറോട് എത്രയായ എമൗണ്ട് എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം പറഞ്ഞ എമൗണ്ടൊക്കെ കൊടുത്തുകൊണ്ട് അവർ മൂവരും കൂടി അലീനയുമായി വീടിനകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാൻലി കിടന്ന് അലമുറയിടാൻ തുടങ്ങി. ആൻ്റപ്പാ അലീന വന്നത് കണ്ടില്ലേ? അവൾക്ക് ജ്യൂസോ വെള്ളമോ എടുത്തുകൊണ്ട് വരാൻ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും അലീന തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് പപ്പ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെയല്ലേ കയറി വന്നത്. ഞാൻ വല്ല വിരുന്നുകാരി എങ്ങാനുമാണോ ഇങ്ങനെ കിടന്ന് കൂവി വിളിക്കാനായിട്ട്? എനിക്ക് വെള്ളമോ ജ്യൂസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്കവിടെ പോയി എടുത്ത് കുടിക്കാമല്ലോ. പപ്പയുടെ പാട് കണ്ടാൽ തോന്നും ഏതോ വിരുന്നുകാർ കയറി വന്നിട്ട് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ആരുമില്ലാത്ത പോലെ. പപ്പ ഒന്ന് ശബ്ദം കുറച്ച് വിളിച്ചാൽ മതി. ഇത് കേൾക്കുന്ന വല്യപ്പച്ചൻ അലീനയോടായി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു കൊച്ചേ, ഇനി അവനെ തിരുത്താനൊന്നും നമ്മളെ കൊണ്ടാവത്തില്ല. നീ പോയി എന്തായാലും ഫ്രഷായിട്ട് തിരിച്ചു വായോ. അപ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികൾ നോക്കാം. അല്ല, എന്താണ് നമ്മുടെ അടുത്ത പരിപാടി? നീ ഇന്നലെ വിളിച്ചപ്പോൾ എന്നോട് നാളെ തന്നെ അഞ്ജലിയിലേക്ക് പോകണമെന്നാണല്ലോ നീ പറഞ്ഞത്. എന്താ നാളെ തന്നെ പോകണമെന്ന് നിനക്ക് നിർബന്ധമാണോ? വല്യപ്പച്ച, ഇതിപ്പോൾ എത്രയാണെന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണത്. ഇപ്പോൾ എൻ്റെ അച്ഛന് വയ്യാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ അവിടേക്ക് പോവേണ്ട ഒരവസ്ഥയൊക്കെ വന്നതുകൊണ്ടല്ലേ ഇത് ഇത്ര തന്നെ നീണ്ടുപോയത്. എല്ലായിരുന്നെങ്കിൽ നമ്മൾ അന്നേ പോകാനിരുന്നതല്ലേ അഞ്ജലിയിലേക്ക്. ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് എനിക്കൊരു താല്പര്യവുമില്ല. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ എന്തായാലും ഒന്ന് പോയി ഫ്രഷപ്പായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അലീനയും റാണിമോളും കൂടി അലീനയുടെ മുറിയിലേക്ക് പോവുകയാണ്. ഇതേ സമയം മുറിയിലെത്തുമ്പോൾ റാണിമോള് പുറത്ത് നിന്നും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അലീനയുടെ റൂമിൻ്റെ ഡോറ് അടച്ച് കുറ്റിയിടുകയാണ്. ഇത് കാണുന്ന അലീന അതിശയത്തോടു കൂടി നോക്കുന്നുണ്ട്. അലീനയോടായിട്ട് റാണിമോൾ ചോദിക്കുകയാണ്, മോളെ, നീ ആദ്യം പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് പോകണമെന്നല്ലേ? പിന്നെ എന്തിനാ നീ ആ തീരുമാനം മാറ്റിയത്? എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലെത്തിച്ചതിന് ശേഷം നിനക്ക് അഞ്ജലിയിലേക്ക് പോയാൽ പോരായിരുന്നോ? അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഒരു കൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ആൻറ്റി, അങ്ങനെയല്ല. ഞാനും പപ്പയും കൂടിയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അതൊരു പക്ഷേ ഇന്നോ നാളെയോ പോവാൻ പെട്ടെന്നൊന്നും സാധിക്കത്തുമില്ല. അതിന് കുറച്ച് സമയമെടുക്കും. അതിനു മുമ്പ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ ആൻറ്റിയുടെ അരികിലേക്ക് നമ്മുടെ എൽസാമ്മച്ചിയും കുട്ടികളും വരികയും ചെയ്യുമല്ലോ. ഞങ്ങൾക്കപ്പോൾ സമാധാനമായിട്ട് പോവുകയും ചെയ്യാം. ഇത് കേൾക്കുമ്പോഴാണ് റാണിമോൾ പറയുന്നത്, എൻ്റെ അലീനെ, നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. അഞ്ജലിയിലെ പ്രശ്നങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതാണ്. പണ്ടൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ അലീനെ. ഇവർ തമ്മിൽ വലിയ സ്നേഹത്തിലൊക്കെ തന്നെയായിരുന്നു. പിന്നെ എന്തോ ഭൂമി ഇടപാടിൻ്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ലാലിച്ചായനും എൽസാമ്മച്ചിയും കൂടി ഉടക്കുന്നതും പിരിഞ്ഞു പോയി നിൽക്കുന്നതൊക്കെ. ഭൂമിയുടെ കാര്യമോ? അതെന്താ റാണിയാൻ്റിക്ക് അറിയോ അതിനെക്കുറിച്ചിട്ട്? ഭൂമിയുടെ കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. ഇവിടെ ഈ സ്ഥലം എടുക്കുന്നതിനോടും ഇവിടെ ഈ എസ്റ്റേറ്റിൽ വന്നിട്ട് ചാച്ച നിൽക്കുന്നതിനോടൊന്നും എൽസാമ്മച്ചിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എൽസാമ്മച്ചിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ പ്രശ്നങ്ങൾ എൽസാമ്മച്ചി പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. അതിന് ചുക്കാൻ പിടിക്കാനും അവിടെ ഒരു ചേച്ചിയുണ്ടെന്ന് പറഞ്ഞില്ലേ, റീത്താമ്മച്ചി. എൻ്റെ പൊന്നലീനെ, നീയേ കാണാൻ പോകുന്നതേ ഉള്ളൂ അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകൾ. ഇങ്ങനൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിൻ്റെ വല്യപ്പച്ചനുണ്ടല്ലോ, എൻ്റെ ചാച്ചൻ, അദ്ദേഹത്തിന് തീരെ താല്പര്യമല്ല ഈ പറയുന്ന റീത്താമ്മച്ചിയെ. നീ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ചാച്ചൻ നിൻ്റെ കൂടെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞതുപോലും. കാരണം അത്രയ്ക്കൊരു മോശപ്പെട്ട സ്ത്രീയാണവർ.
എന്ത് പറഞ്ഞാലും അവരെയല്ല എന്നുള്ളൊരു ഭാവം. വല്യപ്പച്ചൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഇവരുമായിട്ട്. ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർത്ത് എൽസാമ്മച്ചിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. ഇവർ തമ്മിലുള്ള ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോകുമ്പോഴേക്കും റീത്ത എന്ന് പറയുന്ന ആ സാധനം വിളിച്ചിട്ട് എൽസാമ്മച്ചിയെ പിരികയറ്റി വിടാൻ തുടങ്ങും. എന്തൊക്കെ പറഞ്ഞിട്ടാണ് പിരികയറ്റുന്നതെന്നൊന്നും ആദ്യം നമുക്കൊന്നും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് വല്യപ്പച്ചൻ ഓരോന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ ലാലിച്ചായന് ഒരുപാട് സ്വത്തുക്കളുണ്ടല്ലോ, അതൊക്കെ പങ്കുവെച്ച് അനിയന്മാരും പെങ്ങളായ ഞാനും ഒക്കെ കൊണ്ടുപോകുമെന്ന്. എൽസാമ്മച്ചിയുടെ മക്കൾക്കൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന്. അത് പറഞ്ഞുകൊണ്ടാണ് അഞ്ജലിയിൽ സ്ഥലമെടുത്തതും അവിടെ വീട് വെപ്പിച്ചതും. അത് പറഞ്ഞുകൊണ്ട് ഉടക്കി പിരിഞ്ഞ് പോകുന്നത് അവിടേക്കും ആയിരുന്നു. പിന്നെ ലാലിച്ചായൻ എല്ലാ മാസവും കുട്ടികൾക്കുള്ള പഠിപ്പിനും ആ വീട്ടു ചെലവിനുള്ള പൈസ ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട്. എങ്കിലും ഒന്നും കിട്ടിയില്ല, ഒന്നും ചെന്നില്ല, ഒന്നും വന്നില്ല എന്നുള്ള നാമം മാത്രമാണ് എപ്പോഴും എൽസാമ്മച്ചിക്കുള്ളത്. ചാച്ച നോക്കുന്നില്ലെന്നുള്ള ഭാവത്തിലാണ് പുള്ളിക്കാരി എല്ലാവരോടും സംസാരിക്കുള്ളൂ. മുമ്പ് നമ്മുടെ ഇടവക പള്ളിയിലൊക്കെ വന്നിട്ട് എല്ലാവരും മുമ്പിലോട്ടിട്ട് വല്യപ്പച്ചനെയും ഇച്ചായനെയും ഒക്കെ നാണം കെടുത്തിയിട്ടാണ് പോവാറ്. പിന്നെ ഇവിടെ വരാണ്ടായി. അവരുടെ വർത്തമാനം കേട്ടാൽ അവരുടെ റീത്താമ്മച്ചി കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടാണ് ലാലിച്ചായൻ്റെയും എൽസമ്മച്ചിയുടെയും മക്കളെ 3 പേരെയും നോക്കുന്നതും പഠിപ്പിക്കുന്നതും എന്നൊക്കെയുള്ള ഭാവമാണ്. ആ കൊച്ചുങ്ങളുടെ മനസ്സിൽ പോലും ദുഷിപ്പുകൾ പറഞ്ഞു പിടിപ്പിച്ച് വെച്ചിരിക്കുക. പിന്നെ ടോണിയമോളുടെ കാര്യം അറിയാലോ അലീനയ്ക്ക്. അവൾക്ക് അവൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഒരല്പം താമസമുള്ള കൂട്ടത്തിലാണ് അവളെ കൂടുതൽ അവിടെ നിർത്തും തോറും അവളെ പൊട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീ. ഒരുപാട് വട്ടം ഞാൻ ലാലിച്ചായനോട് പറഞ്ഞതാണ്, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടെങ്കിലും ആ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന്. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ്. ആര് കേൾക്കാൻ? ലാലിച്ചായന് അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ലാത്ത പോലെയായിരുന്നു. ലാലിച്ചായൻ എന്തൊക്കെയോ സമ്പാദിക്കുന്ന കൂട്ടത്തിൽ അവസാനം കുടുംബവും കൈവിട്ടു പോയി. പിന്നെ പറഞ്ഞ പോലെ ലാലിച്ചായന് ആ സ്ത്രീയിൽ നിന്നോ അല്ലെങ്കിൽ ഉണ്ടായ മക്കളിൽ നിന്നൊന്നും അങ്ങനെ സ്നേഹവും സന്തോഷവും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ലാലിച്ചായൻ മുമ്പെപ്പോഴോ അലീനയോട് പറഞ്ഞില്ലേ, ഞാൻ സ്നേഹിച്ചിട്ടുള്ളത് നായകളെയാണെന്നും അവരെന്നെയും തിരിച്ചതുപോലെ സ്നേഹിച്ചിട്ടുണ്ടെന്നൊക്കെ. അതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സത്യം തന്നെയാണ്. ലാലിച്ചായനെ നമ്മുടെ തറവാട്ടിലും ആരും ഒരു വിലയും വെക്കാറില്ല. എല്ലാവർക്കും പേടിയൊക്കെ തന്നെയാണ്. പക്ഷേ വാക്കിന് വ്യവസ്ഥ കൊടുക്കാറില്ല എന്നും വാക്കിനൊരു സ്ഥാനം കൊടുക്കാറില്ല എന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുക്കുകയാണ് റാണി മോള്. ഇതെല്ലാം കേട്ടിരുന്ന അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അലീന അപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എത്രയും വൈകാതെ തന്നെ ആ കുട്ടികളെയും എൽസാമ്മച്ചിയെയും അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവരിക തന്നെ വേണം അല്ലേ ആൻറ്റി? അതല്ലേ ശരി? അവർ ഈ വീട്ടിലല്ലേ വളരേണ്ടത്? ഒരുപക്ഷെ എന്നേക്കാളും സ്ഥാനത്തോടു കൂടി. നിന്നേക്കാളും സ്ഥാനമെന്ന് പറയുമ്പോൾ അങ്ങനെ നിനക്കും അവർക്കും ഒരു പ്രത്യേക സ്ഥാനമൊക്കെ ഉണ്ടോ അലീന? നിങ്ങൾ 4 പേരും എൻ്റെ ലാലിച്ചായൻ്റെ മക്കൾ തന്നെയാണ്. 2 സ്ത്രീകൾ പ്രസവിച്ചു എന്നുള്ള വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. അത് മാത്രമല്ലല്ലോ വ്യത്യാസം, അവരുടെ അമ്മ നിയമപരമായിട്ട് എൻ്റെ പപ്പയുടെ ഭാര്യയാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്ഥാനമൊട്ടില്ല താനും. അത് മക്കളിലും ഉണ്ടാവില്ലേ ആ മാറ്റം? നീ ആയിട്ട് ഇനി ഒരേന്ന് പറഞ്ഞുണ്ടാക്കാനൊന്നും നിൽക്കണ്ട എൻ്റെ അലീന. ഇനിയേ കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ പോയൊന്ന് കുളിച്ച് ഫ്രഷായി വരാൻ നോക്കിയേ. വല്യപ്പച്ചനും നിൻ്റെ പപ്പയൊക്കെ താഴെ കാത്തിരിക്കുകയായിരിക്കും. പ്രത്യേകിച്ച് നിന്നോട് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെന്നല്ലേ വല്യപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത്. ശരി ആൻറ്റി. ആൻറ്റിയുടെ സംസാരം കേട്ട് ഞാനും അങ്ങ് ഇരുന്നു പോയി. ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ബാത്റൂമിലേക്ക് കയറാൻ നേരത്ത് റാണിമോൾ പറയാണ്, നീ പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രഷായി വന്നേക്കണേ, ഞാൻ താഴേക്ക് പോവുകയാണ്. ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ എടുത്ത് വെച്ചേക്കാം അപ്പോഴേക്കൊന്ന് പറയുന്നുണ്ട്. അലീന ഓക്കെ എന്നും പറയുന്നുണ്ട്. അങ്ങനെ റാണിമോൾ താഴെ എത്തുകയാണ്. ഇതേ സമയത്ത് ആൻ്റപ്പനും പൗലൂസും കൂടി ഫുഡെല്ലാം ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അലീനയെയും റാണിമോളെയും കാത്തിരിക്കുന്നത് പോലെ തന്നെ ഭക്ഷണമൊന്നും വിളമ്പി കഴിച്ചു തുടങ്ങാതെ തന്നെ സ്റ്റാൻലിയും വല്യപ്പച്ചനും അവരെ കാത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഇത് കണ്ടുവരുന്ന റാണിമോൾ പറയുന്നുണ്ട്, അലീന ഒരു 5 മിനിറ്റിനകം ഇപ്പോൾ വരും കേട്ടോ എന്ന്.
അപ്പോൾ വല്യപ്പച്ചൻ ചോദിക്കുകയാണ്, പോയിട്ട് ഒരുപാട് സമയമായല്ലോ, ഞങ്ങളിവിടെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ മുകളിൽ കഥയും പറഞ്ഞിരിക്കുകയായിരുന്നല്ലേ എന്ന്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയാണ്, അത് സാരില്ല അപ്പച്ച, അവളിങ്ങ് വരുമല്ലോ, നമുക്കപ്പോൾ ഒരുമിച്ച് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, എന്തായാലും ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും റാണിമോള് പോയി അവർക്കുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ടേബിളിൽ വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് അലീനയും ഇറങ്ങി വരികയാണ്. അവർ 4 പേരും കൂടി ആ ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിക്കാനായിരിക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ വിളമ്പുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്പച്ചനും റാണിമോളും അലീനയും പ്രാർത്ഥനയൊക്കെ എത്തിക്കുന്നുണ്ട്. സ്റ്റാൻലിക്ക് പിന്നെ അതൊന്നും ശീലമില്ലെന്ന് തോന്നുന്നു. സ്റ്റാൻലി അവർ വിളമ്പുന്നതിനായി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവരുടെ പ്രാർത്ഥന എത്തിച്ചതിന് ശേഷം തന്നെ പൗലോ ചായനും ജോസുട്ടിയും കൂടി ഭക്ഷണമൊക്കെ വിളമ്പുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ പതിയെ ആ വീട്ടിൽ നിന്നും മാറിപ്പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ തന്നെയാണ് കൂടുതലും സംസാരങ്ങളൊക്കെ നടക്കുന്നത്. ചർച്ചയിൽ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ സ്റ്റാൻലിയാണെന്ന് പറയുന്നത് തന്നെയായിരിക്കും സത്യം. അതുപോലെ തന്നെ സ്റ്റാൻലി തന്നെ എടുത്തിടുകയാണ് നാളത്തെ സബ്ജക്റ്റ്. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തായാലും നാളെ തന്നെ പോകാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞോ എന്ന്. ഇത് കേൾക്കുമ്പോൾ അപ്പച്ചൻ പറയുകയാണ്, നാളെ തന്നെ പോകണമെന്നല്ലേ അലീന പറയുന്നത്, എന്തായാലും നമുക്കങ്ങ് പോയേക്കാം എന്ന് പറയുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് പോവാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും നിങ്ങൾ കാറൊന്നും വിളിച്ച് ഒറ്റയ്ക്ക് പോവാനൊന്നും നിൽക്കണ്ട, നിങ്ങളെ ഞാൻ തന്നെ കൊണ്ടുവിട്ടേക്കാമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അത് വേണോ? അത് വേണം, അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ തന്നെ കൊണ്ടുവിട്ടേക്കാമെന്ന്. പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ കൂടെ വന്നോളണമെന്ന് പറയുകയാണ്. അലീന റാണിമോളെ നോക്കുമ്പോൾ റാണിമോള് ഒന്നും മിണ്ടാതിരുന്നോളാൻ കണ്ണടച്ച് കാണിക്കുകയാണ്. അലീന ഓക്കെ എന്ന് ഷോൾഡർ കൊണ്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ 4 പേരും സംസാരമൊക്കെ നടക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിനിടയിൽ പൗലോ ചായൻ ചോദിക്കുന്നുണ്ട് അലീനയോട്, അച്ഛൻ എങ്ങനെയുണ്ട്, ഓക്കെ ആയിട്ട് തന്നെയാണോ മോള് പോകുന്നതെന്നൊക്കെ. അപ്പോൾ അലീനയും അവിടുത്തെ നെടുമ്പുരയ്ക്കലെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് 4 പേരും കൂടി കുറച്ച് സമയം കൂടി അവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അഞ്ജലിയിൽ ചെന്നാൽ ഉണ്ടാവാൻ പോകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചൊക്കെ അലീനയോട് പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു സ്റ്റാൻലി. അവിടെയുള്ള ഓരോരുത്തരെയും വിശ്വസിക്കാൻ പാടില്ലെന്നും അവർ പറയുന്ന വാക്കുകളൊന്നും തന്നെ എടുക്കരുതെന്നൊക്കെ സ്റ്റാൻലി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ നിന്നെ ഇറക്കി വിടാനായിട്ട് ഒരുപാട് പേരവിടെ ഉണ്ടാകുമെന്നും അവരെ ആരെയും നീ ഒരു തരത്തിലും തിരിച്ച് ഒന്നും പറയാൻ പോലും പാടില്ലെന്നും നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിന്നെ അനാവശ്യമായി ആരെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും നോവിച്ചാൽ ഈ പപ്പയ്ക്കൊരു മിസ് കോൾ മാത്രം നീ തന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഈ പപ്പ നോക്കിക്കൊള്ളാമെന്നുമെല്ലാം അലീനയോട് പറഞ്ഞു കൊടുക്കുകയാണ് സ്റ്റാൻലി. അലീന പറയുന്നുണ്ട്, പപ്പ ഞാനൊരു പ്രശ്നങ്ങൾ പുതിയതായി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളല്ല. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളെ പറഞ്ഞു തീർത്ത് പപ്പയുടെ പഴയ ജീവിതം തിരിച്ചു കൊണ്ടുവരാനും എൻ്റെ സഹോദരങ്ങളെ തിരിച്ചിവിടെ എത്തിക്കാനും എനിക്ക് അവരോടൊപ്പം ഇവിടെ കഴിയാനും വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ചെറിയ പ്രശ്നങ്ങളെ അത് ഒതുക്കി തീർത്ത് അതൊരു പ്രശ്നമല്ലാതാക്കി മാറ്റാൻ ഈ അലീനയ്ക്കറിയാം. അത് കൂടുതൽ പെരുപ്പിച്ചെടുക്കാനായിട്ട് എനിക്കറിയത്തുമില്ല എന്നൊക്കെ പറയുകയാണ്. തിരിഞ്ഞിരുന്ന് തൻ്റെ അപ്പച്ചനോടായിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ച, അലീന മാലാഖ കളിക്കാനായിരിക്കാം അവിടെ പോകുന്നത്. പക്ഷേ റീത്ത എന്ന് പറയുന്ന ആ സാത്താൻ്റെ കുഞ്ഞ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും അപ്പച്ചനോട് പറയുകയാണ്, അവിടെ എന്തെങ്കിലും ഒരു അനിഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പച്ചൻ എന്നെ വിളിച്ചോളണം. അലീനയുടെ സമ്മതത്തിന് കാത്തു നിൽക്കരുത്. അലീനയുടെ ഒരു സംരക്ഷകനായിട്ട് തന്നെയാണ് അപ്പച്ചനെ ഞാൻ അലീനയ്ക്കൊപ്പം വിടുന്നതെന്നെല്ലാം സ്റ്റാൻലി അപ്പച്ചനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയം റാണിമോള് ഇരുന്ന് ഉറക്കം തൂങ്ങുകയും കൊട്ടുവായി ഇട്ട് ക്ഷീണം കാണിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അപ്പച്ചൻ പറയാണ്, മോള് പോയി മെഡിസിൻ എടുത്ത് കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്, ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ തന്നെ പോവാണ്, മോൾക്ക് ഇനിയും ഉറക്കക്ഷീണം നിന്ന് കഴിഞ്ഞാൽ വയ്യാതെയാവുമെന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ അത് കാണുന്ന അലീന റാണിമോളെയും വിളിച്ച് അവിടെ നിന്നും പോയിട്ട് റാണിമോളുടെ മുറിയിലെത്തി അവൾക്കുള്ള രാത്രികാലത്തെ മെഡിസിനൊക്കെ എടുത്തു കൊടുത്ത് അവളെ കട്ടിലിൽ കിടത്തി അവളുടെ ദേഹത്ത് പുതപ്പെല്ലാം വിരിച്ചിട്ടതിന് ശേഷം അലീന തൻ്റെ വല്യപ്പച്ചനോടും പപ്പയോടും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് അവളുടെ മുറിയിലേക്ക് പോവുകയാണ്. മുറിയിൽ ചെന്ന് മുറിയിലാകെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. ഇതേ സമയത്താണ് തൻ്റെ അച്ഛനെയും മനുവേട്ടനെയും ഒന്നും വിളിച്ചില്ലല്ലോ പറഞ്ഞില്ലല്ലോ എന്ന ഓർമ്മ അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഉടനെ തന്നെ ഫോൺ എടുത്ത് അവൾ അച്ഛനെയാണ് വിളിക്കുന്നത്. ബാലചന്ദ്രൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രനോടായി അലീന പറയുന്നുണ്ട്, ഇവിടെ എത്തിയ തിരക്കിനിടയിൽ ഞാൻ വിളിക്കാൻ വിട്ടുപോയതാണ് അച്ഛ. ഞാൻ എത്തിയിട്ട് ഒരുപാട് സമയമായി. വന്ന് ഫ്രഷപ്പായി ഭക്ഷണം കഴിച്ചു. പിന്നെ നാളത്തെ യാത്രയെക്കുറിച്ചുള്ള സംഭാഷണത്തിലായിരുന്നു ഇത്രയും സമയമെന്നൊക്കെ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് സാരില്ല മോളെ, എനിക്ക് മനസ്സിലാവുമല്ലോ, നീ എത്താറായി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയമൊക്കെ ഞാൻ മനസ്സിൽ കണക്കൂട്ടി തന്നെയാണ് ഇരുന്നിരുന്നത്. എന്തായാലും നീ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ എന്നെ വിളിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അമ്മ ഇപ്പോൾ തിരിച്ചെത്തി, കൃഷ്ണമോള് ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് വന്നത്, ഞാൻ പോന്നതിന് ശേഷം രോഹിത് വിളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജ വന്നിരുന്നു, വൈജയുടെ ചെറിയ രീതിയിലുള്ളൊരു ഭരതനാട്യമൊക്കെ കാഴ്ചവെച്ചു. ഞാനൊന്നും പറയാൻ പോയില്ല. പതിവ് പോലെ തന്നെ ഓരോന്നിനും ഉരുളയ്ക്കുപ്പേരി പോലെ ബബിതയുടെ വായിൽ നിന്നും നല്ല മറുപടികൾ വൈജയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് ഒരു സംതൃപ്തിയോടുകൂടി ഞാനും അവിടെ അങ്ങ് കിടന്നു എന്ന് പറയുകയാണ്. അച്ഛൻ്റെ ഈ രീതിയിലുള്ള സംസാരം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് അലീനയ്ക്ക് ചിരി തന്നെയാണ് വന്നതെങ്കിലും അലീന അത് പുറത്ത് പ്രകടിപ്പിക്കാൻ നിന്നില്ല. വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ കേട്ടിടത്തോളം നീ നാളെ പോകുന്നു എന്ന് പറയുന്ന വീട്ടുകാരും അവിടുത്തെ ആൾക്കാരൊന്നും അത്ര സുഖമുള്ളതല്ല. നീ എന്തായാലും സൂക്ഷിക്കണം കേട്ടോ. ബാലചന്ദ്രനോട് വിശേഷങ്ങളും വിവരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ പറയുന്നുണ്ട്, അച്ഛൻ എന്നെക്കുറിച്ച് ആലോചിച്ച് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അച്ഛനെ അറിയാവുന്നതല്ലേ എന്നെ, ഞാൻ എവിടെ പോയാലും നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന്. അതെ അതെ, നീ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമൊക്കെ എനിക്കറിയാലോ. അതല്ലേ ഒരിക്കൽ പോയി വയറ്റിൽ കയറിയ ആ കത്രിക ഇങ്ങ് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടിയൊക്കെ വന്നതെന്നൊക്കെ ബാലചന്ദ്രൻ തമാശയ്ക്ക് പറയുകയാണ്. അലീന പറയുന്നുണ്ട്, അതൊന്നും മനസ്സിൽ വെച്ച് അച്ഛൻ ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അച്ഛനെ വിളിച്ചിട്ട് എനിക്കൊരു കുഴപ്പവുമില്ല എന്നുള്ള റിപ്പോർട്ട് ഞാൻ അവിടെ എത്തിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അലീന തമാശയൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ സംസാരത്തിലൂടെ കൂളാക്കിയതിന് ശേഷം ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് അലീന കോള് കട്ട് ചെയ്യാണ്. അടുത്ത ദൗത്യം ഉണ്ടല്ലോ, മനുശങ്കർ. അതെ, അലീന മനുവിനെയും വിളിക്കുന്നുണ്ട്. മനുവും പതിവ് പോലെ തന്നെ വിളിച്ചില്ല, സംസാരിച്ചില്ല എന്നുള്ള പരാതി തന്നെയായിരുന്നു. അപ്പോൾ മനുവിനോട് അലീന പറയുന്നുണ്ട്, ഞാൻ എത്താറായിന്ന് മെസ്സേജ് അയച്ചായിരുന്നല്ലോ, അപ്പോൾ അതെങ്കിലും ഒന്ന് മനസ്സിൽ കണക്കൂട്ടിക്കൂടെ. ഇപ്പം തന്നെ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ എത്ര കൂളായിട്ടാണ് എന്നോട് സംസാരിച്ചത്. അച്ഛനെ എന്നെ അറിയാം, അതുകൊണ്ടാണ്. മനുവേട്ടൻ ചുമ്മാ പറയുന്നതാ എന്നെ അറിയാമെന്നൊക്കെ. എപ്പോഴും ഈ പരാതികൾ മാത്രമാണ് മനുവേട്ടന്. പിന്നെ എനിക്ക് പരാതികളില്ലാതിരിക്കുമോ? എനിക്കെന്തിനാ പരാതികളില്ലാതിരിക്കേണ്ട കാര്യം? എനിക്ക് ആകെ ഒരു പെണ്ണല്ലേ ഉള്ളൂ, നീ മാത്രം. അതുപോലെയാണോ നിൻ്റെ അച്ഛൻ? നിൻ്റെ അച്ഛനെ അന്വേഷിക്കാനായിട്ട് നീയും ബബിതമോളും കൃഷ്ണമോളും രോഹിത്തും എല്ലാം ഉണ്ട്. പോരാത്തതിന് എല്ലാം തികഞ്ഞ സ്നേഹനിധിയായ ഒരു ഭാര്യയുണ്ട്. പിന്നെ അദ്ദേഹത്തിന് എത്ര പേരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം? എനിക്കങ്ങനെയല്ലല്ലോ. എനിക്ക് വിളിക്കാനും സംസാരിക്കാനും എല്ലാത്തിനും ഈ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പരാതികളൊക്കെ കാണുമെന്ന് മനു ഒരല്പം കുശുമ്പോടും പിന്നെ അലീനയോടുള്ള സ്നേഹത്തോടു കൂടിയൊക്കെ പറഞ്ഞപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. എന്നാൽ ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ അലീനയോട് മനു പറയുകയാണ്, നീ നാളെ പോകുന്നിടം അതെങ്ങനെയുള്ളൊരിടമാണെന്ന് അറിയത്തില്ല. നീ പറഞ്ഞ് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. എങ്കിലും കുറച്ച് ഡേഞ്ചറാണെന്ന് തോന്നുന്നുണ്ട്. നീ സൂക്ഷിക്കണം കേട്ടോ. എന്തുണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം. വിളിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും നീ ഒരു മെസ്സേജ് എങ്കിലും അയക്കണം. നിൻ്റെ ആ മെസ്സേജ് വായിക്കുമ്പോൾ എനിക്കറിയാം നീ അവിടെ ഓക്കെ ആണോ അല്ലയോ എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ വിളിച്ചോളാം മനുവേട്ടാ. മനുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മെസ്സേജും അയച്ചോളാം. ടെൻഷൻ അടിക്കാതിരിക്കെ. നിങ്ങളൊക്കെ ഇങ്ങനെ എന്നെക്കുറിച്ച് ആലോചിച്ച് ഒരു ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം എന്നെ നോക്കാൻ എനിക്കറിയാമെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ഈ അലീന.
നിങ്ങൾ എന്തിനാണ് എന്നെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അലീന പറയുമ്പോൾ മനു പറയുന്നുണ്ട്. നിന്നെക്കുറിച്ചല്ലാതെ പിന്നെ ആരെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അലീന ഞാൻ ടെൻഷൻ അടിക്കേണ്ടതെന്ന്. അപ്പോൾ അലീന ഒരല്പം കൂടി ഒന്ന് മനസ്സൊക്കെ തണുപ്പിച്ച് ഒരു അലിവോട് കൂടി മനുവിനോട് പറയുന്നുണ്ട്, എന്നും മനുവേട്ടൻ്റെ ഈ സ്നേഹം എനിക്കൊപ്പം ഉണ്ടായാൽ മതി. ഞാൻ ഏത് പ്രതിസന്ധിയിൽ നിന്നും തരണം ചെയ്ത് മുന്നോട്ട് വരിക തന്നെ ചെയ്യുന്നു. അങ്ങനെ മനുവിനോട് അലീന ഒരു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് അന്നത്തെ ആ സംഭാഷണം അവൾ അവിടെ കട്ട് ചെയ്യാണ്. ഒരുപാട് സമയം കിടന്നിട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ കുറച്ച് സമയം ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്ത് തൻ്റെ പഴയ ഫോട്ടോസുകളൊക്കെ നോക്കുന്നുണ്ട്. തൻ്റെ സഹോദരിമാരുടെയും രോഹിത്തിൻ്റെയും ഒക്കെ ഒപ്പം ഉണ്ടായിരുന്ന ഫോട്ടോ, രേവതിക്കുട്ടിയുടെ വീട്ടിൽ പോയപ്പോൾ ആൻറ്റിയെയും അങ്കിളിനെയും ഒക്കെ ഒപ്പം എടുത്ത ഫോട്ടോസ്, മനുവേട്ടൻ നിർബന്ധിച്ചെടുത്ത 1-2 സെൽഫികൾ, ഒരിക്കൽ ബാലചന്ദ്രനെയും അലീനയെയും നിർബന്ധിച്ച് നിർത്തി ബബിത ക്ലിക്ക് ചെയ്ത ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് അലീനയ്ക്കൊരു കാര്യം ബോധ്യം വന്നത്. അതെ, അച്ഛനെയും ആ വീടിനെയും തനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ രാത്രി തനിക്ക് ഉറക്കം കിട്ടാത്തതെന്ന് അലീന മനസ്സിലാക്കുകയാണ്. ഉടനെ തന്നെ അലീനയുടെ കണ്ണിൽ നിന്നും ഒരു പൊടി കണ്ണുനീര് ഒഴുകാൻ തുടങ്ങിയെങ്കിലും അലീന അത് തടഞ്ഞു നിർത്തി. സങ്കടങ്ങൾ ഒരുപാടുള്ള ആ ഒരു രാത്രികളൊക്കെ അലീന ആ നിമിഷം ഓർത്തുപോയി. ഫോൺ ഓഫ് ചെയ്ത് അവിടെ വെച്ചതിന് ശേഷം അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ജനലരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് അവൾ ദൂരെ അമ്പിളി മാമനെ നോക്കി ഒരുപാട് സമയം അവിടെയും നിന്നു. എന്തുകൊണ്ടോ ഉറക്കം ഇന്ന് തന്നെ തേടി വരുന്നില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന പതിയെ ആ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ചെന്നു. അലീനയുടെ ലക്ഷ്യം പപ്പയുടെ ഒരു ബുക്ക് സെൽഫ് തന്നെയാണ്. പപ്പ എപ്പോഴും പറയാറുണ്ട് അലീനയോട്, ഏത് ബുക്ക് വേണമെങ്കിലും എടുത്ത് വായിക്കാം, പലതരത്തിലുള്ള ബുക്സുകൾ അവിടെയുണ്ടെന്നൊക്കെ. ആ സെൽഫിനരികിലെത്തി ആദ്യം തന്നെ അലീന ആ സെൽഫിന് മുകളിലുള്ള ലൈറ്റ് ഓണാക്കി. ഒരുപാട് ബുക്സുകൾ അവളുടെ കൈകളിലൂടെ ഓടിച്ചു നോക്കി. ഒന്നും തന്നെ മനസ്സിൽ പെടുന്നുണ്ടായിരുന്നില്ല. ഏതാണ് എടുത്തൊന്ന് വായിക്കുക, ഉറക്കം വരണം, അതാണ് അവൾ ഉദ്ദേശിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ബുക്കുകൾക്കിടയിലൂടെ കണ്ണോടിച്ചു കൊണ്ടിരിക്കുന്ന അലീനയുടെ കണ്ണിൽ പെട്ടെന്നായിരുന്നു ഒരു ഫോട്ടോ ആൽബം മുടക്കുന്നത്. ആ ആൽബത്തിൻ്റെ ആ ഇരിപ്പ് കണ്ടാൽ അറിയാം അത് ഈ അടുത്ത സമയത്തെപ്പോഴോ ഈ ബുക്കുകളുടെ ഇടയിലേക്ക് തള്ളിക്കയറ്റി വെച്ചിരിക്കുന്നതാണെന്ന്. അലീന പതിയെ അത് വലിച്ചെടുത്തു. തുറന്നു നോക്കിയപ്പോൾ തൻ്റെ പപ്പയുടെ പട്ടാളവേഷത്തിലുള്ള ഒരുപാട് ഫോട്ടോസുകളായിരുന്നു. പല പ്രായത്തിൽ, ഒരുപക്ഷെ 18-19 വയസ്സ് മുതൽ കോളേജ് സമയത്ത് NCC ക്യാമ്പുകളിൽ പോയിരുന്ന ആ ഫോട്ടോസ് മുതൽ പട്ടാളക്കാരനായതും കേണലായതുമായിട്ടുള്ള ഒരുപാട് ഫോട്ടോസുകൾ അതിലുണ്ടായിരുന്നു. അലീന പതിയെ ആ ആൽബം മറിച്ച് നോക്കുകയായിരുന്നു. പെട്ടെന്നാണ് തൻ്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ കഴിയാതെ, തൻ്റെ കണ്ണുകളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ അലീനയുടെ കണ്ണിലേക്ക് ഉടക്കുന്നത്. അലീന പെട്ടെന്ന് ആ ഫോട്ടോയിൽ കയ്യുകൾ ഓടിച്ചു. എന്തോ ഒരു പൊടി പറ്റിയിരിക്കുന്നതായി അലീനയ്ക്ക് തോന്നി. തുടച്ചപ്പോൾ മനസ്സിലായി അത് പൊടിയല്ല, പഴയ ആൽബങ്ങളിൽ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു ബ്ലറായിട്ടുള്ള ഒരു അതേ രീതിയിലായിരുന്നു ആ ഫോട്ടോ. എങ്കിലും അലീനയുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. അതെ, തൻ്റെ അമ്മ നിറവയറുകളോടെ നിൽക്കുന്നൊരു ഫോട്ടോ. അതിനരികിലായി തന്നെ തൻ്റെ പപ്പയുമുണ്ട്. അലീന ഒരു നിമിഷം മനസ്സുകൊണ്ട് സന്തോഷിച്ചു. ആ വയറ്റിൽ ഞാനാണല്ലോ, ആ ഉദരത്തിൽ അമ്മ പേറി നിൽക്കുന്നത് തന്നെയാണല്ലോ. എത്ര സ്നേഹത്തോടു കൂടിയാണ് അമ്മയുടെ കൈകൾ ആ വയറ്റിൽ തലോടിക്കൊണ്ടിരിക്കുന്നതെന്ന് അലീനയുടെ മനസ്സ് വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി. ആ സമയം എത്ര സ്നേഹത്തോടു കൂടിയായിരിക്കും ഈ അച്ഛനും അമ്മയും തനിക്ക് വരാൻ പോകുന്ന കുഞ്ഞിനെ കാത്തിരുന്നത്. ഒരു നിമിഷം അലീന ഇത്രയും കാലത്തിനിടയ്ക്ക് പോലും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. കൊല്ലപ്പള്ളിക്കാരെ മനസ്സുകൊണ്ട് അലീന വെറുക്കുകയോ പ്രാവുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഫോട്ടോ കണ്ട നിമിഷം അലീനയുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. ആ കൊല്ലപ്പള്ളിക്കാർക്ക് അലീനയുടെ പ്രാക്ക് കിട്ടുന്ന രീതിയിൽ അത്രയും മനസ്സുകൊണ്ട് അലീന ആ ഒരു നിമിഷം കരഞ്ഞുപോയി. ഒന്നും വേണ്ട, ഒരുപാട് സ്നേഹം ആ അമ്മയിൽ നിന്നും തനിക്ക് ലഭിക്കേണ്ടതായിരുന്നല്ലോ എന്ന് അലീന ചിന്തിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു
ആ റൂമിലെ ലൈറ്റുകൾ ഓണായത്. അലീന പെട്ടെന്ന് തന്നെ ആ വന്നതാരാണെന്നോ ലൈറ്റ് ഓണാക്കിയതാരാണെന്നോ നോക്കാതെ തന്നെ തൻ്റെ കയ്യിലുണ്ടായ ആ ആൽബം അവൾ പെട്ടെന്ന് അവൾ മറച്ചു പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് മറ്റാരുമായിരുന്നില്ല, അവളുടെ പപ്പ തന്നെയായിരുന്നു. തിരിഞ്ഞ തിരിയലിൽ തന്നെ അവൾ കണ്ണുകൾ തുടയ്ക്കാൻ മറന്നിരുന്നില്ല. എന്നാൽ അവളുടെ കണ്ണിലെ ആ കണ്ണുനീറുകൾ അവളുടെ പപ്പയായ സ്റ്റാൻലിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം അലീന എന്താണ് കയ്യിൽ മറച്ചു പിടിച്ചിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം അവളുടെ അരികിലേക്ക് വന്നിട്ട് ആ ആൽബം വാങ്ങിച്ചു. അവളോടായി ചോദിച്ചു, നീ ഇത് കാണുമെന്ന്, അല്ലെങ്കിൽ ഞാനിതിവിടെയാണ് വെച്ചതെന്ന് ഞാൻ ഒട്ടും ഓർത്തിരുന്നില്ല അലീന. നിൻ്റെ അച്ഛൻ വന്ന് എന്നോട് നിന്നെക്കുറിച്ച് പറഞ്ഞു പോയതിന് ശേഷം എവിടെ നിന്നോ തപ്പിയെടുത്തു നോക്കിയതാണ് ഞാനിത്. പെട്ടെന്ന് ഞാനതിവിടെ വെക്കുകയും ചെയ്തു അല്ലേ? നിൻ്റെ കയ്യിൽ തന്നെ അത് കിട്ടുകയും ചെയ്തു. എന്തിനാ നീ ഇപ്പോൾ കരഞ്ഞത്? അമ്മയെക്കുറിച്ച് ഓർത്തിട്ടാണോ? അത്രയൊക്കെ ഓർക്കാനും കരയാനും മാത്രമുണ്ടോ അലീന നിൻ്റെ അമ്മ? നീ എന്തോ 5-8 മാസം അവിടെ നിന്നിട്ട് പോലും തൻ്റെ ചോരയെ തിരിച്ചറിയാൻ കഴിയാത്തവളെ ഒരമ്മ എന്ന് വിളിക്കാൻ സാധിക്കുമോ അലീന? അലീനയെ സമാധാനിപ്പിക്കാനാണോ അതോ കുറ്റങ്ങളെല്ലാം വൈജയിൽ ചാർത്താനാണോ എന്നറിയില്ല. സ്റ്റാൻലി നിന്ന് സംസാരിക്കുന്നതൊന്നും തന്നെ അലീനയുടെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. അവൾ കണ്ട ആ കാഴ്ച അവളുടെ കണ്ണിൽ നിന്നും അത് മായുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവളത് കണ്ണിറയെ ആസ്വദിച്ചതുമില്ല. അലീനയ്ക്കായ ആൽബം കുറച്ച് സമയത്തേക്കും കൂടി കിട്ടിയിരുന്നുവെങ്കിലെന്ന് അലീന ആഗ്രഹിക്കുകയായിരുന്നു ആ നിമിഷം. സ്റ്റാൻലി പറയുന്നതൊന്നും തന്നെ അവളുടെ കാതുകളിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. എന്നാൽ സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ, കണ്ണുകൾ നിറഞ്ഞു തന്നെ കണ്ടില്ലേ? ഇനിയിപ്പോൾ പോയി കിടന്നുകൂടെ നിനക്ക്? എന്തിനാ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഈ ഹാളിൽ ഈ മൂലയിലെ ഈ ലൈറ്റ് കണ്ട് നോക്കിയതാണ്. അപ്പോഴാണ് ഒരു നിഴൽ പോലെ നീ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇതായിരുന്നോ ഒളിച്ചു നിന്നുള്ള പരിപാടി? അല്ല പപ്പ, ഞാൻ കിടന്നിട്ട് ഉറക്കം വരാഞ്ഞപ്പോൾ. അതെന്താ ഉറക്കം വരാതിരിക്കാൻ? ട്രാവലിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോണ്ടതാണല്ലോ സാധാരണ. ഒരുപക്ഷെ ഞാൻ കാറിലിരുന്ന് ഉറങ്ങിയതുകൊണ്ടാവാം എന്ന് അലീന പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്, എന്തുമാവട്ടെ, ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, നീ മുറിയിൽ തന്നെ പോവാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. അലീന പോവാതെ ആ ആൽബം തിരിച്ചു തരുമോ എന്ന് ചോദിക്കാനായി അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ അദ്ദേഹം പറയുകയാണ്, പൊയ്ക്കോളൂ, പോയി കിടന്നോളൂ. നാളെ ഒരു യാത്രയുണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചതല്ലേ, ആ യാത്രയ്ക്കിനി ബുദ്ധിമുട്ടുകളൊന്നും വരുത്തണ്ട. ചെല്ലു, പോയി കിടന്നുറങ്ങൂ എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം ആജ്ഞാപിക്കുന്ന പോലെ അലീനയോട് പറയുകയാണ്. പിന്നെ അലീന തിരിച്ചൊന്നും പറഞ്ഞില്ല. അലീനയുടെ മനസ്സ് മുഴുവൻ ആ ആൽബത്തിൽ തന്നെയായിരുന്നു. അലീന സ്വയം മനസ്സുകൊണ്ട് പ്രതീക്ഷിച്ചു, പിന്നീട് എപ്പോഴെങ്കിലും തൻ്റെ പപ്പയിൽ നിന്നും ആ ആൽബം കൈക്കലാക്കണം. തനിക്കിനിയും കാണാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫോട്ടോസുകൾ ഇനിയും അതിലുമുണ്ടാവും എന്ന് അലീന സ്വയം മനസ്സിനെ സമാധാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ സ്റ്റാൻലി ആ ആൽബം ഒരിക്കൽ കൂടി മറച്ചു നോക്കി. തൻ്റെ കണ്ണിലും അതേ ഫോട്ടോ തന്നെ ഉടക്കി. എന്നാൽ പിന്നെ ആ ആൽബം സ്റ്റാൻലി ആ ബുക്ക് സെൽഫിൽ വയ്ക്കാതെ തൻ്റെ മുറിയിലേക്കാണ് കൊണ്ടുപോയത്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.